മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം പരത്തുകയും അറ്റ് ദ സെയിം ടൈം സ്വയം എരിഞ്ഞു തീരുകയും ചെയ്യുന്ന മെഴുകുതിരി ഉണ്ടല്ലോ, അതുപോലെയാണ് പലപ്പോഴും വീട്ടമ്മമാരുടെ അവസ്ഥ. ഒരു കുടുംബത്തിന് മുഴുവൻ വെളിച്ചമായിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി സ്വയം ജീവിതം ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യാണ്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അവസാനം എന്തെങ്കിലുമൊക്കെ ചെയ്തത് എന്നായിരുന്നു? മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളിൽ പലരും ഒരു PSC ജോലി സ്വപ്നം കാണുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഒരു PSC ജോലി നേടുന്നു, അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകൾ, അതിനെപ്പറ്റി പൂർണ്ണമായ ബോധ്യം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? ആ സ്വപ്നത്തിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തുന്നത് പ്രധാനമായിട്ടും സെൽഫ് ഡൗട്ട് ആണ്. അതാണ് നിങ്ങൾ ഏറ്റവും വലിയ ശത്രു. ഈ സെൽഫ് ഡൗട്ട്, നമുക്ക് നമ്മളിലുള്ള ഒരു അവിശ്വാസം അല്ലെങ്കിൽ സംശയം, അത് പ്രധാനമായിട്ടും 3 രീതിയിൽ അല്ലെങ്കിൽ 3 ശത്രുക്കളായിട്ടാണ് ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. അത് നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ്. അതിന്റെ സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ഡെയിലി രാവിലെ അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് അത് കൃത്യമായി അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ 1-2 മാസം കൊണ്ട് നിങ്ങളുടെ പഠന നിലവാരവും നിങ്ങളുടെ അറിവും 10 മടങ്ങ് വർദ്ധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുകയാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഫ്രീ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും അഫോർഡബിൾ കോഴ്സസിന് വേണ്ടിയിട്ടും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവാൻ ആരും മറക്കണ്ട. സെൽഫ് ഡൗട്ട്, അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളെ നിങ്ങളുടെ ആ സ്വപ്നത്തിൽ നിന്നും ഒരു ചൈന വൻമതില് പോലെ അകറ്റി നിർത്തുന്ന പ്രധാനപ്പെട്ട ആ 3 ശത്രുക്കളിൽ ഒന്നാമൻ എന്ന് പറയുന്നത്, ഇനി മുതൽ പഠിച്ചു തുടങ്ങിയാലും മതിയോ, ഇപ്പം തന്നെ കുറെ വൈകിയില്ലേ, ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പരീക്ഷയൊക്കെ ക്രാക്ക് ചെയ്ത് ഒരു ജോലിയിലൊക്കെ എത്താൻ പറ്റുമോ എന്നുള്ള ആ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ, 10-12 മണിക്കൂറൊക്കെ പഠിക്കാൻ നമുക്ക് സമയമുണ്ടോ? അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കണം, മറ്റെല്ലാ കാര്യങ്ങളും നോക്കണം. ഇതിനു ശേഷം മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കാനുള്ള സമയം എന്ന് പറയുന്ന ഒരു ലക്ഷറി നമുക്കുണ്ടോ എന്നുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട സംശയം. ഇതിനെക്കാട്ടി ഒക്കെ പ്രശ്നക്കാരൻ മറ്റൊരു സംശയമാണ്. അതായത്, നിങ്ങളുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഈ ഒരു യാത്രയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള അതിഭീകരമായ ഒരു ഇൻസെക്യൂരിറ്റി, ആ ഒരു സെൽഫ് ഡൗട്ടും നിങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാളാണ്. ഇതിനൊക്കെയുള്ള ഉത്തരം നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രത്തോളം ത്യാഗം ചെയ്യുന്നു എന്നതല്ല, നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നിങ്ങളെ എങ്ങനെ നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്രത്തോളം നിങ്ങൾ തീവ്രമായി പിന്തുടരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വ്യക്തിത്വ ഐഡന്റിറ്റി നിലനിൽക്കുന്നത്. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ലൈഫും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. ഈ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുക. അതായത്, ഒരു റാങ്ക് ഹോൾഡർ, ഒരു ടോപ്പ് റാങ്ക് ഹോൾഡർ അല്ലെങ്കിൽ നല്ലൊരു വിദ്യാർത്ഥി, ഇവർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ഡിസിപ്ലിൻ, സാക്രിഫൈസ് ചെയ്യാനുള്ള മെന്റാലിറ്റി, മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, സ്വന്തം കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാനുള്ള മെന്റൽ സ്ട്രെങ്ത്, ഇമോഷണൽ മെച്യൂരിറ്റി, പ്രോപ്പറായി സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ PSCക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനിനി പറയാൻ പോകുന്ന സൊല്യൂഷൻസ് അല്ലെങ്കിൽ പ്രതിവിധികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം തന്നെ വൈകി, ഇനി പഠിച്ചിട്ടും കാര്യമുണ്ടോ, ഇനി പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടുമോ, രക്ഷപ്പെടുമോ എന്നുള്ള നിങ്ങളുടെ സംശയം, അത് അസ്ഥാനത്തുള്ള സംശയമാണ്. ബിക്കോസ് ഇതാണ് കറക്റ്റ് ടൈം. PSCയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഡിഗ്രിയിലോ റിക്രൂട്ട്മെന്റ് വരാൻ പോകുന്ന ഈ വർഷമാണ്. 2026 കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം വരാൻ പോവുകയാണ്. PSCയുടെ പാറ്റേൺ മാറി നിൽക്കുന്ന ഒരു സമയമാണിത്. പണ്ടത്തെ പോലെ വാരി വലിച്ച് റാങ്ക് ഫയൽ കാണാതെ പഠിച്ച് വെക്കേണ്ട. നമ്മൾ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും യൂസ് ചെയ്ത് വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് PSC പരീക്ഷകളും അതിന്റെ സിലബസും ഇപ്പോൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് ഇൻ കേസ് നമുക്ക് അറിയാത്തൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോലും നമുക്ക് എത്താൻ സാധിക്കും. അതിന് ധാരാളം ഫ്രീ കണ്ടന്റ് നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ഈ ചാനലിലെ പ്ലേലിസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്താൽ പോലും എങ്ങനെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള കൃത്യമായ ഒരു റോഡ് മാപ്പ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബാച്ചുകളിലാണെങ്കിലും കഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ള ഫിലോസഫി അല്ല പിന്തുടരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട് ലളിതമായി ആസ്വദിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ PSC പരീക്ഷകൾ നിങ്ങളെ സഹായിക്കും. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഗെയിം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ PSC എക്സാംസ്. സോ ഇനി മുതൽ പഠിച്ചു തുടങ്ങിയാൽ പോലും നമുക്ക് സിലബസ് ഫിനിഷ് ചെയ്ത് റിവിഷനും നടത്തി മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് എക്സാം ഹോളിൽ കയറാനുള്ള സമയം ഇപ്പോഴുണ്ട്. ഇനി വൈകരുത്, ഇപ്പോൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. അത്തരത്തിൽ പഠിച്ച് ടോപ്പ് റാങ്കിലേക്ക് എത്തിയ എത്ര റാങ്ക് ഹോൾഡേഴ്സ്, വീട്ടമ്മമാരായ എത്രത്തോളം റാങ്ക് ഹോൾഡേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ?
ഇത് നമ്മൾ മനസ്സ് വെച്ച് നടക്കുന്ന ഒരു കാര്യം മാത്രമാണ്, മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്, മനസ്സ് വെച്ചാൽ നടക്കുന്ന കാര്യമാണ്. ഇനിയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വില്ലൻ വരുന്നത്. അതായത് 10-12 മണിക്കൂർ പഠിക്കാനുള്ള സമയവും സാഹചര്യവും ഒക്കെ നമുക്കുണ്ടോ? ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇതാണല്ലോ നിങ്ങളുടെ സംശയം. നിങ്ങൾ പഠിക്കുന്ന മണിക്കൂറുകളുടെ ബേസിസിലല്ല നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത്, നിങ്ങളുടെ പഠനത്തിന്റെ ക്വാളിറ്റിയുടെ ബേസിസിലാണ്. 10 മണിക്കൂർ പഠിച്ചെങ്കിലേ PSC റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കൂ എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസം മാത്രമാണ്. എത്ര വീട്ടമ്മമാരാണെന്നറിയോ രാത്രിയിൽ കുട്ടി ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് അതിനുശേഷം പഠിക്കാനായി സമയം മാറ്റിവെക്കുന്നത്? പല ആൾക്കാരും രാവിലെ ഏർലി മോർണിംഗിൽ എഴുന്നേറ്റിരുന്ന് പഠിക്കും. ചിലർ പഠനത്തിന് വേണ്ടി രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ചില ടൈം സ്ലോട്ടുകൾ കണ്ടെത്തും. ഇതാണ് മൈക്രോ ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു 5, 10, 12 മണിക്കൂർ ഒരുമിച്ചിരുന്ന് പഠിക്കാനല്ല പഠനം എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് ആയിട്ട് ക്വാണ്ടം ടൈം എന്ന് പറയുന്ന പോലെ, അതായത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് നമ്മൾ പറയുന്നത്, ക്വാണ്ടം ഒരു പർട്ടിക്കുലർ പാക്കറ്റ് ഓഫ് ടൈം നിങ്ങൾ കൊടുക്കുക. അല്ലാതെ കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണമെന്നില്ല. ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് പോമഡോറോ. നമ്മുടെ ചാനലിൽ തന്നെ അത് എന്താണെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആ ലിങ്ക് ആഡ് ചെയ്തേക്കാം. ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് സെറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെയാണ്. വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ബേസിസിൽ കുറച്ച് ക്ലാസ്സുകളായിട്ട് കണ്ട് മുന്നോട്ട് പോകാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ചും ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള അങ്ങനെ തന്നെയാണ്. ഡെയിലി 10-12 മണിക്കൂർ ക്ലാസ് അല്ല തരിക. ഡെയിലി തുടക്കത്തിൽ 1 മണിക്കൂർ ക്ലാസ് തരും, പിന്നെ 1.5 മണിക്കൂർ ആക്കും. നിങ്ങൾ ട്രാക്കിൽ എത്തിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ മൈക്രോസ്കോപ്പിക്കായി പെതുക്കെ കൂട്ടി കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാക്കിൽ വന്ന് വളരെ നന്നായിട്ട് സിലബസ് പഠിച്ച് തീർത്ത് എക്സാം ഹോളിലേക്ക് പോകാനുള്ള ഒരു സ്ട്രക്ചർ അവിടെ കിട്ടുന്നതാണ്. ഞങ്ങളുടെ ഡെമോ ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു കൃത്യമായ ഐഡിയ കിട്ടും. സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിയാണ് താല്പര്യമെങ്കിൽ, ഇപ്പൊ ഞാൻ സെൽഫ് സ്റ്റഡി നടത്തിയൊരു വ്യക്തിയാണ്, അതിന്റെ ഗുണം എനിക്കറിയാം. അതാണ് താല്പര്യമെങ്കിൽ എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, ഏതൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്യണം, എല്ലാം നമ്മൾ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം കണ്ടാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. കണ്ടാൽ മാത്രം പോരാ, അതിൽ പറയുന്നത് പോലെ നമ്മൾ വർക്കും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ പുഷ് ചെയ്യാനൊരു മെന്ററിന്റെ സഹായം വേണം, അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ സ്ട്രക്ചേർഡ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ബാച്ചസിലേക്ക് വരാവുന്നതാണ്. ഇനിയാണ് മൂന്നാമത്തെ വില്ലിനെ നമ്മൾ ഒന്ന് നേരിടേണ്ടി വരുന്നത്. ഇവിടെ വില്ലനായിട്ട് വരുന്നത് പലപ്പോഴും നമ്മുടെ ഫാമിലി തന്നെയാണ്. നമ്മൾ PSC എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇവരുടെ സപ്പോർട്ട്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുടെ സപ്പോർട്ട്, ഭർത്താവിന്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട്, അച്ഛന്റെ സപ്പോർട്ട്, അമ്മയുടെ സപ്പോർട്ട്, സ്വന്തം മക്കളുടെ സപ്പോർട്ട്, അത് നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. ഓപ്പണായി നിങ്ങൾ കാര്യങ്ങൾ വീട്ടുകാരോട് ചർച്ച ചെയ്യാം. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ 99.9% സാഹചര്യത്തിലും വീട്ടുകാർ കട്ടയ്ക്ക് നിങ്ങളുടെ കൂടെ നിൽക്കും. ബിക്കോസ് അവർക്കും അറിയാം നിങ്ങളൊരു എംപ്ലോയ്മെന്റിലേക്ക് വരുന്നു, ഒരു അഡീഷണൽ ഇൻകം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നു. അതുമൂലം നിങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ, ഫാമിലിയുടെ സ്റ്റെബിലിറ്റിക്ക് ഉണ്ടാവുന്ന നേട്ടം, നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവുന്ന മോട്ടിവേഷൻ, അതൊക്കെ ഇന്നത്തെ വീട്ടുകാർക്കൊക്കെ അറിയാം. സോ അവർ ഹാപ്പി ആയിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. 99% കേസസിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചസിലുള്ള വീട്ടമ്മമാരുടെ അടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. വീട്ടിൽ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം. അതല്ല, വീട്ടിൽ എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ നേരിടുകയാണെങ്കിൽ അവരോട് തുറന്ന് സംസാരിക്കാം. നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാർക്ക്, നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിലായിരിക്കാം നിൽക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലായിരിക്കാം, അവർക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ എണ്ണി അവർക്ക് പറഞ്ഞു കൊടുക്കണം. സാമ്പത്തികമായിട്ടുണ്ടാവുന്ന മെച്ചങ്ങൾ, സമൂഹത്തിലുണ്ടാവുന്ന പദവി, റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് ആണല്ലോ. ഇപ്പൊ നിങ്ങൾ ഏർണിംഗ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാസം ഒരു ശമ്പളം കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിന്റെ മുകളിലുള്ള ആ ഒരു പ്രഷർ അത്രത്തോളം കുറയുകയാണ്. നിങ്ങളുടെ സോഷ്യൽ മൊമെന്റ്, അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു എന്താ പറയാ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഫാമിലിയുടെ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, അതിന്റെ സന്തോഷമായിക്കോട്ടെ, അത് മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നതാണ്. ഇതൊക്കെ കൃത്യമായി നിങ്ങൾ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക. സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കട്ടയ്ക്ക് പഠിക്കുമെന്ന് നിങ്ങൾ ദൃഢനിശ്ചയം എടുക്കുക. നിങ്ങൾ വീട്ടിലെ മാലാഖമാരാണ്, അതുപോലെ തന്നെ നിങ്ങൾ പോരാളികളുമാണ്. സ്വപ്നം കാണുന്ന ഒരു ജോലിക്ക് വേണ്ടി, നമ്മൾ സ്വപ്നം കാണുന്ന ജീവിതത്തിന് വേണ്ടി പോരാടി തന്നെ മുന്നോട്ട് പോകണം. ആ പോരാട്ടത്തിൽ ഞങ്ങൾ കട്ടയ്ക്ക് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഡെയിലി പഠിക്കാനിരിക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്യേണ്ട ഇതാണ്. ആ ഒരു ഗവൺമെന്റ് ഐഡന്റിറ്റി കാർഡ് നിങ്ങളുടെ കയ്യിലിരിക്കും. നിങ്ങൾ നോക്കുന്നു, നിങ്ങളുടെ പേര് അതിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ വായിക്കുന്നു, നിങ്ങളുടെ പെൻ നമ്പറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ വായിക്കുന്നു. ആ ഒരു വിഷ്വലൈസേഷൻ എക്സസൈസ് ഡെയിലി രാവിലെ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഒരു പോരാളിയുടെ മനോഭാവത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടും എന്ന ദൃഢനിശ്ചയത്തിൽ അടുത്ത വർഷത്തെ എക്സാം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ മുന്നോട്ട് തന്നെ പോവുക. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ് നേരത്തെ പറഞ്ഞതുപോലെ ടെലിഗ്രാം ചാനലിലും യൂട്യൂബ് ചാനലിലും കിട്ടുന്നതാണ്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ കോഴ്സ് ആണ് വേണ്ടതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഴത്തിലുള്ള ക്ലാസ്സുകളും മെന്റർഷിപ്പും സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്,
മോട്ടിവേഷൻ ഇതെല്ലാം അടങ്ങിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡിഗ്രി ലെവൽ ബാച്ചസിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ഡൗൺലോഡ്, വെബ് ആക്സസ് പോലെയുള്ള പ്രീമിയം ഫീച്ചേഴ്സും ഇതിന്റെ കൂടെ ലഭിക്കുന്നതാണ്. സോ പഠനം നിങ്ങൾ നാളത്തേക്കല്ല മാറ്റിവെക്കേണ്ടത്. ഇന്ന് മുതൽ ഈ നിമിഷം തൊട്ട് തുടങ്ങുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു 2-3 GK ഫാക്ടുകളെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു മാത്സിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ തുടക്കമിട്ട് വെക്കുക. ഹരീഷ് ഇപ്പോൾ തന്നെ കുറിക്കുക. അത് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തേ ടുഡേ, ഇന്ന്, ടുഡേ എന്ന് തന്നെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ പോലെ പെയിൻ അനുഭവിക്കുന്ന ഈ ഒരു വീഡിയോ ആവശ്യമുള്ള ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അയാൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് കമന്റ് ടുഡേ, then go and study at least 3 or 4 GK facts. Push the competition.